ദിവസങ്ങളോളം നീണ്ടു നിന്ന റൈഡ്, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ, നീണ്ടുകിടക്കുന്ന ഹൈവേകൾ, മലകൾ, വ്യത്യസ്തമായ സ്ഥലങ്ങൾ, വ്യത്യസ്തമായ ആളുകൾ, വ്യത്യസ്തമായ കൾച്ചർ എല്ലാം ഞാൻ കണ്ടു. ഫൈനലി നമ്മുടെ യാത്ര ഇവിടെ എത്തിയിരിക്കുന്നു. അമൃത്സർ. അമൃത്സറിനെ പറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ നമ്മൾ അമൃത്സർ എത്തിയുള്ളൂ കേട്ടോ. കുറേ നാളത്തെ യാത്ര കഴിഞ്ഞിട്ടായിരിക്കും, അപ്പൊ ഒന്ന് ക്ഷീണം തീർക്കാന്ന് വെച്ചു. ക്ഷീണങ്ങളൊക്കെ അകറ്റാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. അമൃത്സറിലെ ഏറ്റവും ഫേമസ് ആയത് എന്താ? ഗോൾഡൻ ടെമ്പിൾ. എന്റെ മോനെ, വീഡിയോ ലാസ്റ്റ് വരെ കാണാട്ടോ. ഗോൾഡൻ ടെമ്പിളിന് എന്തോ ഒരു ശക്തിയുണ്ട്. അത്രയും പീസ്ഫുൾ ഫീല് വരും കേട്ടോ അതിനുള്ളില്. രാവിലെ എന്നെ ക്യാമറയും പൊക്കി പിടിച്ചത് ആരപ്പാന്ന് പറഞ്ഞിട്ട് കുറെ പേര് എന്നെ നോക്കുന്നുണ്ടായിരുന്നു. നമുക്കിതൊന്നും പുത്തിരിയല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ എങ്ങനെയൊന്നും കാര്യമാക്കില്ല. ഞാനിങ്ങനെ വഴിയോരത്തെ കാഴ്ചകളെല്ലാം ഭംഗിയെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇവിടെ എന്ത് വൃത്തിയാണെന്നറിയോ? പിന്നെ ഒരാളെയും കൂടെ കണ്ടു. ഇവിടത്തെ പോലീസാണെന്ന് വേണേ പറയാം, ഇവരിവിടത്തെ പ്രൊട്ടക്ടേഴ്സ് ആണെന്ന് വേണേ പറയാം. ഇവരുടെ കയ്യിൽ എപ്പോഴും വടിയോ കുന്തോ വാളോ എന്തേലൊക്കെ കാണും കേട്ടോ. അതൊക്കെ അവരുടെ കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ളതാണ്. പിന്നെ ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാര്, വഴിയോര കാഴ്ചകള്, വഴിയോരത്തിലെ പ്രതിമകള്, ഇതെല്ലാം നമ്മൾ കണ്ടിട്ട് വേണം അമ്പലത്തിനകത്തേക്ക് പോവാൻ. അമ്പലത്തിനകത്തൊരു പ്രത്യേകതയുണ്ട്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഗോൾഡൻ ടെമ്പിൾ 200 മീറ്ററേ ഉള്ളൂ. നേരെ ചെല്ലുന്നത് എൻട്രൻസിലോട്ട്. എൻട്രൻസിന്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് ചെരുപ്പും ബാഗും ഹെൽമെറ്റും എല്ലാം വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. തികച്ചും ഫ്രീ ആണ് കേട്ടോ. അവിടെ നിന്ന് നേരെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിനകത്തേക്കുള്ള എൻട്രൻസ് ആയി. ഇവിടെ വേറെ ആരുമില്ല, പോലീസില്ല, ഒന്നുമില്ല. ഇവർ തന്നെയാണ് ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അമ്പലത്തിൽ നിന്ന് തൊഴുതാൻ വരുന്ന ഓരോരുത്തരാണ് ഇവിടുത്തെ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 24x7 അന്നദാനം ഉണ്ട് കേട്ടോ. ഞാൻ ചുമ്മാ ഒന്ന് ചുറ്റി നടന്ന് ഫ്രണ്ടും ബാക്കും എല്ലാം അങ്ങ് വീഡിയോയിലോട്ട് പകർത്തുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഗോൾഡൻ ടെമ്പിൾ വരുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഒന്നുകൂടെ ചെയ്യാനുണ്ട്, ഹൈപ്പ്. ലൈക്ക് ചെയ്തതിന് ശേഷം അതോടെ ഒന്ന് ചെയ്തേക്കണേ. ഇതാ നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ. പക്ഷെ ഇവിടെ കയറുന്നതിന് മുന്നേ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് കൈകാല് കഴുകണം, പിന്നെ ഒന്ന് തലയിൽ കെട്ട്. അത് നിർബന്ധമാണ് കേട്ടോ. തലയിൽ കെട്ടാനുള്ള തുണി ഫ്രീ ആയിട്ട് തന്നെ പുറത്ത് കിട്ടും. ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ, അത് ദേ ഈ ബോർഡാണ്. ഇവിടെ ഫോട്ടോഗ്രാഫി പറ്റത്തില്ല. ക്യാമറ എനിക്ക് ബാഗിൽ ഇടേണ്ടി വന്നു. പിന്നെ ഈ കാണുന്ന നീല ഡ്രസ്സിട്ട ഒരു കാവൽക്കാർ പോലെ ഈ കയ്യിൽ കുന്തവും പിടിച്ചു നിൽക്കുന്നവരില്ലേ, അവര് ചുമ്മാ നിൽക്കുന്നതല്ല. അവര് വളരെ വിനയത്തോടു കൂടി കുന്തം കാണിച്ചിട്ട് ഫോണിൽ വല്ല ഫോട്ടോ സെൽഫിയോ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് ഡിലീറ്റ് ചെയ്യാൻ പറയൂ കേട്ടോ. ഇവിടെ നമ്മൾ സെൽഫി എടുക്കാൻ പാടില്ല, വീഡിയോഗ്രാഫി പ്രൊഹിബിറ്റഡ് ആണ്. പിന്നെയും ഞാൻ എൻ്റെ ഫോണിൽ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് എടുത്തു എന്ന് മാത്രം. നിങ്ങളെ എല്ലാവരെയും കാണിക്കണമല്ലോ. അവരങ്ങനെ പെട്ടെന്ന് നല്ല സ്ട്രിക്റ്റ് ആയിട്ടൊന്നും പറയത്തില്ല, പക്ഷെ ക്യാമറ എടുത്ത് റെക്കോർഡ് ചെയ്യാനൊന്നും സമ്മതിക്കില്ല. ഇതാണ് നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ സൈഡ് വ്യൂ. എന്ത് മനോഹരമാണ് അല്ലേ? ഇത് കാണുമ്പോൾ തന്നെ മനസ്സിന്റെ ഉള്ളിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീലാണ് കേട്ടോ. സത്യം, ഇവിടെ നിൽക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. അതായത് ജനങ്ങൾ നമുക്ക് നന്നായി സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷെ ഇവിടുത്തെ ആ ഒരു മൊത്തത്തിലൊരു അന്തരീക്ഷം എന്ന് പറയുന്നത് ഒരു സൈലന്റ് മോഡാണ്. നമ്മൾ ഇത്രയും നാൾ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു സൈലന്റ്, ഇങ്ങനെ ഒരു പീസ്ഫുൾ ആയ സ്ഥലവും നമുക്ക് നിർബന്ധമായും വിസിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും സ്ട്രെസ്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു തവണ ഇവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. സ്ട്രെസ്സൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഓടി ഒളിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ ഞാൻ ഇങ്ങനെ ഇതിനെ ശുദ്ധജലോ നമ്മുടെ എന്താണെന്ന് എനിക്കറിയില്ല. ആക്ച്വലി ഇവിടെ മതമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇവിടെ ആർക്ക് വേണേലും വരാം, ആർക്കും കയറാം. ഇവിടെ ഒരു വേർതിരിവും ഇല്ല. ഞാനൊരു കൗതുകത്തോടു കൂടി അമ്പലം ഒന്ന് ചുറ്റി നടന്ന് കണ്ടു കേട്ടോ. ഇതാണ് ലങ്കാർ. നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അന്നദാന ഹാള്. ഇവിടെ 24 മണിക്കൂറും അന്നദാനം കിട്ടൂട്ടോ. ഇവിടെ പിന്നെ VIP കളില്ല, VIP കൂപ്പണുകളില്ല, എന്താ പറയാ, പ്രീമിയം ഇല്ല, ഒന്നുമില്ല. എല്ലാവരും സാധാരണക്കാര്. ഈ അന്നദാന ഹാളും അതുപോലെ തന്നെയാണ്. ടേബിളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആരായാലും നിലത്തിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. അതും എല്ലാവരുടെയും കൂടെ ഇരുന്നേ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എപ്പോഴേലും സ്ട്രെസ്സോ കാര്യങ്ങളോ എന്തേലും വന്ന് നന്നായി വിഷമിച്ചിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ ഈ അമ്പലം എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഒരു എന്താ പറയുക, പോസിറ്റീവ് വൈബ് ഇവിടെ നിന്ന് എന്തായാലും കിട്ടും. ഇത് കണ്ടോ, ഒരു തോണിയും വെച്ചിട്ട് ഒരു ചേട്ടൻ
പുള്ളി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവരുടെ പുണ്യജലം പോലത്തെ ഒരു ജലമാണ്. അതിന്ന് ഫുള്ളായിട്ട് ആരെങ്കിലും എന്തേലും ഇടുകയാണെങ്കിൽ, ഇടുകയാണെങ്കിൽ തന്നെ അത് അവർ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് എടുത്തു മാറ്റും. പിന്നെ ഡിസ്ക്ലെയിമർ പറയാം, നിങ്ങൾ വല്ലതും കൊണ്ട് അവിടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തടി നിങ്ങൾ തന്നെ സൂക്ഷിക്കുക. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഇവിടെ ഈ നീല യൂണിഫോം പോലെ ഇട്ട് നിൽക്കുന്ന ഈ ചേട്ടന്മാരില്ല, അവർ ചുമ്മാ നിൽക്കുകയല്ല. അവർ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഈ നീണ്ട കുന്തത്തിൽ നമ്മളെ കോർക്കും കേട്ടോ. അവർ കാണാൻ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർ വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് എല്ലാവരോടും ഇടപഴകുന്നതും. എന്നോടും അങ്ങനെ തന്നെയാണ് ഇടപഴകിയത്. ഒരു 4-5 വട്ടം എന്നോട് എടുത്ത സെൽഫി എല്ലാം ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഞാൻ ഡിലീറ്റ് ചെയ്തു. എൻ്റെ ഫോൺ വാങ്ങി ചെക്ക് ചെയ്തതിന് ശേഷമാണ് അവരെന്നെ പറഞ്ഞു വിട്ടത്. ഞാൻ പണ്ട് മോഹൻലാൽ പറഞ്ഞ ഡയലോഗ് അങ്ങോട്ട് അടിച്ചു, ലേലുവല്ലി ലേലുവല്ലി. അല്ലാതെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? ഇവരെല്ലാം എന്താ പറയാ, ശമ്പളത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാൾക്കാരല്ല കേട്ടോ. അവരവരുടെ കാര്യങ്ങൾ അവരവര് അമ്പലത്തിൽ വരുന്ന തൊഴുതുന്നവര് ഇത് ഇങ്ങനെ അണിഞ്ഞു നിൽക്കാൻ വേണ്ടി ഒരു കാറ്റഗറി തന്നെ അവരുടെ ഉണ്ട്. അവർക്ക് എവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ പോയ സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. ഒരടി അനങ്ങാൻ പറ്റിയില്ല. ഞാൻ അകത്ത് കയറി അതായത് ഗോൾഡൻ ടെമ്പിളിന്റെ അകത്ത് കയറാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കിയായിരുന്നു. പക്ഷെ മക്കളെ, ഈ കാണുന്ന തിരക്ക് കണ്ടോ നിങ്ങൾ? അവിടെ നിന്ന് ക്യൂന്ന് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ മോഹം അങ്ങോട്ട് ഉപേക്ഷിച്ചു എന്ന് വേണേൽ പറയാം. കാരണം എനിക്ക് ക്യൂ പണ്ട് മുതലേ അലർജിയാണ് ഗായ്സ്. ഇത്രയും തിരക്കിനിടയിൽ അതിനകത്തേക്ക് കയറുക എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. കാരണം ഓൾറെഡി അവിടെ ഒരുപാട് നല്ല നീളമുള്ള ക്യൂ ഉണ്ട്. ഇനി ക്യൂവിൽ അങ്ങ് നിന്ന് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു 3-4 മണിക്കൂർ എടുക്കും. അത്ര മെല്ലെ പതുക്കെയാണ് പോകുന്നത്. കാരണം ഞാൻ കുറച്ചു നേരം അവിടെ നിന്ന് നോക്കിയായിരുന്നു എങ്ങനെയാണ് ഇപ്പൊ ഇതെന്ന്. പെട്ടെന്ന് പോകുന്നുണ്ടോ ചോദിച്ചാൽ ഉണ്ട്. പിന്നെ എന്താ പറയാ, ക്യൂ അല്ലേ, വയ്യ ഗൈസ്. നമ്മളെ റൈഡ് ചെയ്ത് ഇങ്ങനെ മെല്ലെ പതുക്കെ നീങ്ങിക്കൊള്ളാന്ന്. അതുകൊണ്ട് ഞാൻ അമ്പലത്തെ ഒരു റൗണ്ട് അടിച്ചിട്ട് നേരെ അന്നദാന ഹാളിലോട്ട് പോയി. അവിടെ നല്ല അടിപൊളി ചപ്പാത്തിയും ചോറും കഞ്ഞിയും കിട്ടുമായിരുന്നു. ഗായ്സ്, നിങ്ങൾക്കൊരു കാര്യം അറിയോ? നമ്മുടെ ഗോൾഡൻ ടെമ്പിളിലെ രാത്രി നല്ല പ്രകാശിച്ച് നിൽക്കുമെന്ന് ഞാൻ കേട്ടു. അപ്പം തന്നെ എൻ്റെ മനസ്സിലൊന്ന് തോന്നി, എന്തായാലും നൈറ്റ് വ്യൂ എടുക്കണമെന്ന്. രാവിലെ വന്നാൽ ഞാൻ നൈറ്റ് വരെ വെയിറ്റ് ചെയ്യണത് മോശമല്ലേ. അതുകൊണ്ട് ഞാൻ നേരെ റൂമിലോട്ട് പോയി. റൂമിൽ നിന്ന് അത്ര അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ ഗോൾഡൻ ടെമ്പിൾ. എന്നിട്ട് രാത്രി ഞാൻ തിരിച്ചു വന്നു. എൻ്റെ മോനെ, തിരിച്ചു വന്നത് പുറത്താണോ ചോദിച്ചാൽ എൻ്റെ കായ്സ് ഇത് നിങ്ങൾ കാണും. ശരിക്കും ഗോൾഡ് എന്താണെന്ന് എത്തി നോക്കി നമുക്ക് മനസ്സിലാക്കാം. ആ റിഫ്ലക്ഷനൊക്കെ കണ്ടോ വെള്ളത്തിൽ? എന്ത് രസമാണ് അല്ലേ. എനിക്കിങ്ങനെ കണ്ടപ്പോൾ നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് ഓർമ്മ വന്നത് കേട്ടോ. പ്രാർത്ഥനാലയങ്ങളെല്ലാം ഒന്നാണെന്ന് പറയുന്നത് ചുമ്മാതൊന്നും അല്ല. എല്ലാവിടെയും ഒന്ന് തന്നെയാണ് കിട്ടുന്നത്, നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും. ഞാൻ ഈ ഗോൾഡൻ ടെമ്പിളിന്റെ നൈറ്റ് വ്യൂ കണ്ടിട്ട് എൻ്റെ പൊന്നോ, ഞാൻ എന്താ പറയാ, മതിമറന്ന് നിൽക്കുക എന്ന് പറയില്ലേ, അതുപോലെ മതിമറന്ന് നിന്നു. ഞാൻ ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. വീഡിയോകൾ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു ഇല്ല എന്നല്ല, പക്ഷെ ഒരുപാടൊന്നും എടുത്തില്ല. ആ കൊന്തം പിടിച്ച ചേട്ടൻ അതിന് സമ്മതിക്കുന്നില്ല. പക്ഷെ ഞാൻ ചുമ്മാ അവിടെ തന്നെ കുറേ നേരം നിന്നു. എന്താണെന്നറിയില്ല, എൻ്റെ മനസ്സിന് നല്ലൊരു സമാധാനം ഉണ്ടാകും. സമാധാനം സെൻസ്, നമ്മൾ ഇത്രയും കാലം ഒരുപാട് കിലോമീറ്റർ വണ്ടിയൊക്കെ ഓടിച്ച് നമ്മുടെ എന്താ പറയുക, സ്ട്രെസ്സൊന്നും എനിക്കില്ല. കാരണം നമ്മൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ റൈഡിങ്ങിൻ്റെ ആ ടയേർഡ്നെസ്സും കാര്യങ്ങളെല്ലാം ഇവിടെ വന്ന് കുറച്ച് നേരം ഇരുന്നപ്പോൾ എല്ലാം അങ്ങ് മാറിപ്പോയി. അമച്ചർ വരാതെ വീട്ടിലോട്ട് പോയിരുന്നെങ്കിൽ മോനെ, നഷ്ടം എന്ന് പറയാതെ വേറെന്താ ഇതിനെ പറയാ അല്ലേ. എന്താണ്, എനിക്ക് ക്യാമറയിൽ ഇതൊന്നും പകർത്താൻ പറ്റിയില്ല. ലൈക്ക് നമ്മുടെ 360 ആയാലും നമ്മുടെ ആക്ഷൻ ക്യാമറ ഞാൻ റൂമിൽ തന്നെ വെച്ചു. കാരണം അത് ഹെൽമെറ്റ് ക്യാം ആണല്ലോ. ഹെൽമെറ്റ് നമുക്ക് വേണ്ട, കാരണം റൂമിൽ നിന്ന് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് വണ്ടി എടുത്തിട്ടില്ല. ഞാൻ നടന്നാണ് വന്നത്. പക്ഷെ വന്നതിന് വർത്താണ്. നിങ്ങളിത് ഒരിക്കലെങ്കിലും നമ്മൾ വന്ന് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾ പഞ്ചാബ് വരുന്നുണ്ടെങ്കിൽ അമൃത്സർ എന്തായാലും വിസിറ്റ് ചെയ്യുക. കാരണം ഗോൾഡൻ ടെമ്പിൾ മസ്റ്റായിട്ട് കാണേണ്ട ഒന്ന് തന്നെയാണ്. കാണേണ്ടതല്ല, നിങ്ങളത് ഫീൽ ചെയ്യേണ്ട സ്ഥലമാണ് നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ.
എനിക്കത് എങ്ങനെയാ പറഞ്ഞു തരണ്ടേന്ന് എനിക്കറിയില്ല. കാരണം എന്താ പറയാ, ഒരു പീസ്ഫുള്ളിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെമ്പിൾസിൽ വരുന്നത്. അത് നിങ്ങൾ ആലോചിക്കുക. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടല്ല. പിന്നെയും എന്തിനാണ് ലഡാക്ക് കഴിഞ്ഞ് അമൃത്സർ വന്ന് ഗോൾഡൻ ടെമ്പിൾ കാണണേന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈഡിനൊക്കെ ശേഷം ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം എനിക്ക് വേണമെന്ന് തോന്നി. സോ അതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തത് കേട്ടോ. ഞാൻ ചൂസ് ചെയ്തത് കൊണ്ട് അതൊരിക്കലും തെറ്റാൻ വഴിയില്ലല്ലോ. അമച്ചറിൻ്റെ പീസ്ഫുള്ളായ ഭാഗം നമ്മൾ കണ്ടു. ഇനി നാളെ നമ്മൾ അമച്ചറിൻ്റെ രൗദ്രഭാവം കാണും. അപ്പം നിങ്ങൾ അടുത്ത എപ്പിസോഡ് വരെ ഒന്ന് കാത്തിരിക്കുക. നമ്മുടെ യാത്രകൾ തുടരുകയാണ്.